അനുഗ്രഹീത കലാകാരനും എഴുത്തുകാരനുമായ ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ഒരു തരത്തിൽ അദ്ദേഹത്തെ വിലകുറച്ച് കാണിക്കുന്നതോ അപമാനിക്കുന്നതോ ആണെന്ന് പറയാതെ വയ്യ. ശ്രീനിവാസൻ പ്രകൃതി ചികിത്സയുടെ രക്തസാക്ഷിയാണെന്നാണ് ഒരു വിഭാഗം പ്രചാരണം നടത്തുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ എന്ന് പറയുന്നവർക്ക് പോലും ഉറപ്പില്ലതാണ്. ശ്രീനിവാസൻ ആധുനിക ചികിത്സാ രീതികളോട് മുഖം തിരിഞ്ഞു നിന്നു എന്നും പ്രകൃതി ചികിത്സയുമായി നടന്ന അദ്ദേഹം തന്റെ ജീവൻ അകാലത്തിൽ നഷ്ടപ്പെടുത്തിയെന്നും ഇവർ വാദിക്കുന്നുണ്ട്. എന്നാൽ അത്തരം ക്യാമ്പയിൻ നടത്തുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. ഏത് പ്രകൃതി ചികിത്സാലയത്തിലാണ് അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്നു എന്നത് വ്യാജ പ്രചരണം നടത്തുന്നവർ വ്യക്തമാക്കണം. ശ്രീനിവാസൻ തന്റെ മരണനാൾ വരെ ചികിത്സ തേടിയ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ പ്രകൃതി ചികിത്സാലയമായത് എന്നാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. നാം എല്ലാം മരുന്നിൽ ജനിച്ച് ദുരിത ജീവിതം നയിക്കണമെന്നാണ് മരുന്ന് കമ്പനി മാഫിയകളുടെയും കോർപ്പറേറ്റ് ആശുപത്രി മാനേജ്മെന്റുകളുടെയും താല്പര്യമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇരുന്നും കിടപ്പാടം വിറ്റും ആശുപത്രികൾക്ക് കൊള്ളപ്പണം കണ്ടെത്താൻ തത്രപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും മനുഷ്യത്വമുള്ളവർ പ്രതികരിച്ചാൽ അവരെ ഈ ലോബി വേട്ടയാടും. അതാണ് ശ്രീനിവാസനും സംഭവിച്ചത്. ശ്രീനിവാസനെ പോലുള്ളവരെ താറടിക്കേണ്ടത് മരുന്ന് കമ്പനികളുടെയും ആശുപത്രി മാനേജ്മെന്റുകളുടെയും താല്പര്യമാണ്. വ്യവസായത്തിൽ ലാഭം മാത്രമേയുള്ളൂ. അവിടെ മനുഷ്യത്വം മാഞ്ഞു പോയിരിക്കുന്നു. ഒരാൾ രോഗവിമുക്തി കൈവരിക്കുന്നത് ഈ ലോബികൾക്ക് സന്തോഷമുള്ള കാര്യമേയല്ല. മനുഷ്യൻ എന്നും രോഗിയായിരിക്കുമ്പോൾ അവർക്ക് ലാഭമേയുള്ളൂ. മരിക്കുന്നത് പോലും അവർക്ക് നഷ്ടക്കച്ചവടമാണ്. ശ്രീനിവാസൻ പ്രകൃതി ചികിത്സാ വക്താവായിരുന്നു? ഒരിക്കലുമല്ല. യഥാർത്ഥ മോഡേൺ മെഡിക്കൽ സയൻസിനെ അദ്ദേഹം അടിസ്ഥാനമില്ലാതെ വിമർശിച്ചിട്ടുമില്ല. എന്നാൽ അലോപ്പതിയെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയ ആസുര സാഹചര്യങ്ങൾക്കെതിരെ അദ്ദേഹം കടന്നാക്രമിച്ചിട്ടുണ്ട്. അതാരാ ചെയ്യാത്തത്? അലോപ്പതി വക്താക്കൾ തന്നെ ചെയ്തിട്ടില്ല. ചില പേരുകൾ നിങ്ങൾ തീർച്ചയായും അറിയണം. ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായ ഡോക്ടർ സൂസന്ന ഹാംബറി, അമേരിക്കയിലെ പ്രഗത്ഭ ഡോക്ടർ ഷെറി ടെൻ പെന്നി, ബ്രിട്ടീഷുകാരനായ ഡോക്ടർ ആൻഡ്രൂ വാക്ഫീൽഡ്, ഇന്ത്യയിലെ മുൻനിര ഡോക്ടർമാരായ ഡോക്ടർ പത്മവിഭൂഷൺ BM ഹെഗ്ഡെ, ഡോക്ടർ ജേക്കബ് പുളിയിൽ, ഡോക്ടർ വിപിൻ വസിഷ്ഠ, ഡോക്ടർ വി പുകഴേന്തി, ഡോക്ടർ യോഗേഷ് ജെയിൻ, ഡോക്ടർ ഖദീജ മുംതാസ് എന്നിവർ മോഡേൺ മെഡിസിൻ ഉപയോഗപ്പെടുത്തി നിർഭാഗ്യവാന്മാരായ രോഗികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ആതുര രംഗത്തെ വ്യവസായമായി കാണുന്നവർക്ക് അനിഷ്ടകരമായ ചില കാര്യങ്ങൾ ശ്രീനിവാസൻ തുറന്നു പറഞ്ഞു. അത്രയേയുള്ളൂ. പഞ്ചനക്ഷത്ര ആശുപത്രികൾ കയറ്റലല്ല, മറിച്ച് മനുഷ്യനെ രോഗിയാക്കുന്ന വിഷഹാരം ഉൾപ്പെടെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതാക്കലാണ് സർക്കാരിന്റെ കടമയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശ്രീനിവാസൻ പറഞ്ഞ ജൈവകൃഷിയും മരുന്നുരഹിത ജീവിതവും വിഷരഹിത ഭക്ഷണവുമെല്ലാം ഇന്ന് മോഡേൺ മെഡിസിന്റെ കൂടി ഭാഗമായി മാറിയിട്ടുണ്ട് എന്നതാണ് രസകരം. ഇത് പക്ഷേ ഈ ലോബികൾ മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് അനിഷ്ടകരമായ കാര്യമാണത്. മരുന്ന് ചികിത്സാ വ്യവസായികൾക്കല്ലാതെ ആർക്കാണ് ഈ അഭിപ്രായങ്ങളോട് എതിർപ്പുണ്ടാവുക? ശ്രീനിവാസൻ മരിക്കുമ്പോൾ പ്രായം 75. ഓരോ ദിവസവും കേരളത്തിലെ അലോപ്പതി ആശുപത്രികളിൽ ചികിത്സിച്ച് മരിക്കുന്നവരുടെ എണ്ണവും അവരുടെ പ്രായവും പരതിയാൽ ലോകം അമ്പരക്കും. അലോപ്പതി ചികിത്സയുടെയും മരുന്നുകളുടെയും പാർശ്വഫലങ്ങൾ കൊണ്ട് ലോകത്ത് ഒരു വർഷത്തിൽ മരിക്കുന്നവരുടെ കണക്കുകൾ പരതിയാൽ അതിലേറെ അമ്പരക്കും. ഇതിനിടയിൽ ശ്രീനിവാസന്റേത് മാത്രം അകാല ചരമം എന്ന് പറയാൻ അല്പം നാണം വേണം. രസകരമായ ഒരു കാര്യം കേൾക്കുക. അലോപ്പതിയുടെ എല്ലാവിധ സംവിധാനങ്ങളിലും ജീവിക്കുന്ന കേരളത്തിലെ അലോപ്പതി ഡോക്ടർമാരുടെ ശരാശരി ആയുസ് എത്രയെന്നോ? 62 വയസ്സ്. എന്നാൽ കേരളത്തിലെ ശരാശരി മനുഷ്യരുടെ ആയുസോ 74. ഈ കണക്ക് ഞങ്ങൾ ഭാവനയിൽ നിന്ന് എടുത്തു പറയുന്നതല്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ IMA പുറത്തുവിട്ട രേഖകളിൽ തന്നെ ഉള്ളതാണ്. ഇവരാണ് ശ്രീനിവാസന്റെ അകാല ചരമത്തെ പറ്റി സങ്കടപ്പെടുന്നത്. ChatGPTയും ജെമിനിയും ഒക്കെ സാധാരണക്കാരന് പോലും ജീവിതത്തിന്റെ ഭാഗമായ ഈ കാലത്ത് ഇത്തരം കോർപ്പറേറ്റ് പ്രോപ്പഗണ്ടകൾ പഴയ പോലെ വിലപ്പോകില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ.